കോടതിക്ക് അപ്പുറത്തേക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു സർക്കാരാണോ നമ്മുടെ ഇന്ത്യയിൽ ഭരിക്കുന്നത്? അല്ല, അത് കഴിഞ്ഞ ദിവസം ആരെങ്ങനെ പറഞ്ഞു, കോടതിയെ ഒക്കെ തീരുമാനിക്കുന്നത് അമിത്ഷാ ആണോ? എന്തായാലും ഈ രാജ്യത്ത് നടക്കുന്നത് 100%. അതിനെവിടെയാണ് അധാർമികത ഉണ്ടായത്? അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഇറക്കുന്ന വിഷയമാണോ? അതാണ് പറഞ്ഞത്. ഈ പാർട്ടിയിൽ വലിയൊരു നേതൃനിര മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവരുണ്ട്. ഈ ഗോവിന്ദചാമി എന്നൊക്കെയുള്ള ഒരു പ്രയോഗം എം വി ഗോവിന്ദനെതിരെ വിമർശിക്കുമ്പോൾ ഉപയോഗിക്കുന്നതിനെ എങ്ങനെ കാണുന്നു? അത് ഈ തിരിച്ച് നികൃഷ്ടജീവി എന്നും അവസരവാദി എന്നും ഒക്കെ ഗോവിന്ദന് പറയാമെങ്കിൽ പിതാക്കന്മാർക്ക് ഇതിനപ്പുറം പറയാം. എന്നാൽ അയാൾക്ക് മാത്രമേ നാക്കുള്ളൂ. കേരളം വലിയ രീതിയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമായി കേരളം മാറും. അത് ഏറ്റവും വലിയ അപകടമാണ്. കേരളത്തിൻ്റെ ഭരണത്തെ ഹൈജാക്ക് ചെയ്യാൻ അദൃശ്യമായ ഒരു ശക്തി ഉണ്ട്. അത് അവർ ചാനലുകളെ നിയന്ത്രിക്കുന്നു, പത്രങ്ങളെ നിയന്ത്രിക്കുന്നു, CPM നിയന്ത്രിക്കുന്നു, കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നു. ഇപ്പോൾ അത് കുറച്ച് UDFൻ്റെ പക്ഷത്തേക്കാണ് ആ പൊളിറ്റിക്കൽ ഇസ്ലാം നിൽക്കുന്നത്. ഈ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്ന ആളുകൾ അവിടെ ഉണ്ട്, അതില്ല എന്നല്ല. അവിടെ അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇതെല്ലാം ഒറ്റ സർക്കിളിൽ പെടും. ഈ സിസ്റ്റർമാർ അതിനകത്ത് പെട്ടുപോയി എന്നുള്ളതാണ് സത്യം. എല്ലാ പ്രണയവും മതമാറ്റവും ലവ് ജിഹാദ് ആണെങ്കിൽ ഒന്നാമത്തെ ലവ് ജിഹാദുകാരൻ ഞാനാണ്, മനസ്സിലായി. പക്ഷെ എൻ്റെ ഭാര്യ സിറിയലില്ല. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. ഭയങ്കര തിരക്കാണല്ലേ? പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തില്ലേ? അതെ. എങ്ങനെ പോകുന്നു പുതിയ നേതൃനിരയൊക്കെ? നന്നായി പോകുന്നു. ഒരു നല്ല ടീം വർക്കുണ്ട്. എല്ലാവരും പഴമയും പുതുമയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ടീമാണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ നേതാക്കളും അവരവരുടേതായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ഇറക്കുന്ന നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 16,000 വാർഡ് വികസന സമിതികൾ രൂപീകരിക്കാൻ കഴിഞ്ഞു. ഇത് BJPയുടെ ഒരു ഇന്ന് വരെ ഇല്ലാത്ത ഒരു മുന്നൊരുക്കം. പഞ്ചായത്ത് ഇലക്ഷൻ മുമ്പായിട്ട് ഇന്ന് വരെയും BJPക്ക് ഇല്ലാത്തൊരു വലിയ മുന്നൊരുക്കം നടത്താൻ കഴിഞ്ഞു. വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട്. സന്തോഷമുണ്ട്. ഈ പഴയ നേതൃനിരയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു നേതൃത്വത്തിൽ പുതിയൊരു ടീം വരുമ്പോൾ എന്ത് മാറ്റമാണ് BJPയിൽ ഉണ്ടാകുന്നത്? പൊതുവെ ഒരു ശക്തമായ അടിത്തറ BJPക്ക് സൃഷ്ടിച്ചതിന് ശേഷമാണല്ലോ പഴയ തലമുറ. അത് മാരാർജിയുടെ കാലം മുതൽ ഇവിടം വരെയുള്ള നേതൃനിര 1% നിന്നും 20% വരെ പാർട്ടിയുടെ അടിത്തറ വിപുലപ്പെടുത്തിയതിന് ശേഷമാണ് അവർ പുതിയ നേതൃനിരയ്ക്ക് ഇത് ബാറ്റൺ കൈമാറിയിട്ടുള്ളത്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഈ പാർട്ടിയെ ഇനി അധികാരത്തിലെത്തിക്കുക എന്നുള്ള ആ ടാസ്ക്, അതാണ് പുതിയ നേതൃനിരയുടെ ടാസ്ക്. നന്നായി പോകും. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? അതായത് ഷോണിന് എന്താ തോന്നുന്നു നേതൃനിരയിൽ നിന്ന് എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം നമുക്ക്? അല്ല, ഓരോ വ്യക്തികളുടെ വ്യത്യാസമാണ്. സംഘടനാപരമായി വലിയൊരു പോരാട്ട വീര്യം കാഴ്ചവെക്കുന്ന ആളാണ് കെ സുരേന്ദ്രൻ. അതിനു മുമ്പ് V മുരളീധരൻ, കുമ്മനം രാജേട്ടൻ, ശ്രീധരൻപിള്ള സാറ്, എല്ലാവരും അവരവരുടേതായ റോളുകൾ ആക്ട് ചെയ്തിട്ടുണ്ട് ഓരോ സമയത്തും. അതെല്ലാ ഘട്ടത്തിലും പാർട്ടിയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും ഒരു നല്ല പ്ലാറ്റ്ഫോം അവരെല്ലാം ക്രിയേറ്റ് ചെയ്തു. ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇനി അധികാരത്തിലേക്ക് ആ ഒരു കർത്തവ്യം വലിയ ടാസ്ക്കാണ്. ചെറിയ ടാസ്കല്ല, വലിയ ടാസ്ക്കാണ്. ആ ടാസ്ക് വളരെ ഭംഗിയായി രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം നടത്തുന്നുണ്ട്. എല്ലാവരെയും ഞാൻ പറഞ്ഞ പോലെ നല്ല തിരക്കാണെന്ന് പറഞ്ഞാൽ ആരും ഒരു മനുഷ്യൻ ഇവിടെ, അതിപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മുതൽ ബൂത്ത് പ്രസിഡന്റ് വരെ ആരും ചുമ്മാ ഇരിക്കുന്നില്ല, എല്ലാവരും ജോലി ചെയ്യാണ്. അത് നന്നായി ചെയ്യുന്നുണ്ട്. ഈ മുൻകാലങ്ങളിലുള്ള നേതൃനിരയുടെ കാര്യമൊക്കെ നമുക്കറിയാം, നയിച്ചു വന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെയൊക്കെയുള്ള ആള്. പക്ഷെ രാജീവിനെ പോലെയുള്ള ഒരു ആള് നമുക്കങ്ങനെ പെട്ടെന്ന് വന്ന ഒരു മാറ്റമാണ്. ആ മാറ്റത്തെ എങ്ങനെ കാണുന്നു? ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടൊരു മനുഷ്യനാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, രാജുവേട്ട ഇനിയൊരു വിഷയമുണ്ട്, അദ്ദേഹം അത് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്ന് പോയി കൃത്യം 3-ാമത്തെ ദിവസം ചോദിക്കുക അതെന്തായിരുന്നു. അത് നമ്മളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫോളോ അപ്പ് ചെയ്യും. എന്നാണ്. ഇപ്പോൾ ഒരു ദിവസം രാവിലെ 10 മണിക്ക് മുമ്പ് സംസ്ഥാനത്തുള്ള എല്ലാ ഭാരവാഹിക്കുള്ള ടാസ്ക് പുള്ളി കൊടുത്തിരിക്കും. അപ്പോൾ അങ്ങനെ ഭയങ്കര ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. അതാണ് ഒരു പ്രത്യേകതയായിട്ട്. അല്ല, പ്രത്യേകിച്ച് അത് ഒരു പ്രത്യേകതയാണ്. കാരണം പുള്ളി ഭയങ്കര വർക്കഹോളിക്കാണ്. അദ്ദേഹം ഉറങ്ങുന്ന സമയം എനിക്കറിയില്ല, വളരെ ചുരുങ്ങിയ സമയം ഉറങ്ങുന്ന. അതായത് രാത്രി 1 മണിക്കും നമുക്ക് മെസ്സേജ് വരും, രാവിലെ 6 മണിക്കും നമുക്ക് മെസ്സേജ് വരും. അപ്പോൾ ഇതിനിടയിൽ അദ്ദേഹം എപ്പോൾ ഉറങ്ങുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതിനിടയിൽ എല്ലാ കാര്യങ്ങളിലും അത് ഓരോരുത്തരെയും
നേരത്തെയൊക്കെ എല്ലാവരും എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുണ്ട്. അവർ ആ ജോലി ചെയ്താൽ മതി. ആ ജോലിയിൽ പുള്ളി കൃത്യമായി ഓരോരുത്തരെയും ഫോളോ അപ്പ് ചെയ്യും. എന്താണ് അവരെന്ത് ചെയ്തു. അപ്പം നമ്മളെപ്പോഴും ആൻസറബിളാണ്. നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ടാസ്കുകൾ എന്താണ്, ആ വിഷയത്തിൽ നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. ഏത് സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, രാത്രി 11 മണിക്കും ചോദ്യം വരും, രാവിലെ 6 മണിക്കും നമുക്ക് ചോദ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും. കുറച്ചു കാലങ്ങളായിട്ട് നമ്മൾ പാർട്ടി എന്ന രീതിയിൽ BJP ശ്രമിക്കുന്നത് ഈ ക്രൈസ്തവ സഭാ നേതൃത്വത്തെ പാർട്ടിയോട് അടുപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എത്രത്തോളം ഇപ്പം മുൻകാലങ്ങളിൽ ടോം വടക്കൻ അല്ലെങ്കിൽ അൽഫോൺസ് കണ്ണന്താനം തുടങ്ങിയവരെ പോലെയുള്ള ആളുകളെ കൊണ്ട് പരമാവധി അത്തരം ശ്രമങ്ങളിലേക്ക് പാർട്ടി മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഷോൺ വഴി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഷോൺ എന്താണ് ആ തരത്തിൽ ചെയ്യാൻ കഴിയുക പാർട്ടിക്ക് വേണ്ടിയിട്ട്? ഇപ്പം അതിൻ്റെ ഒരു നറേറ്റീവ് മറ്റൊന്നാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞൊരു വാക്കല്ല അവിടെ. ശരിക്കും BJPക്കെതിരെ കഴിഞ്ഞ 10-40 വർഷമായി കേരള സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രചരണം, ഇതൊരു വർഗീയ പാർട്ടിയാണ്, ഇതൊരു നോർത്ത് ഇന്ത്യൻ പാർട്ടിയാണ്, ഇതിനൊരു സെക്യുലർ സ്വഭാവമില്ലാത്ത പാർട്ടിയാണ്. അതിന് ഒരു വലിയ വ്യത്യാസം വരുത്താൻ ഇപ്പോൾ നമുക്കാകുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അത് ക്രിസ്ത്യാനി എന്നുള്ളതല്ല. ഈ പാർട്ടിയിൽ വലിയൊരു നേതൃനിര മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവരുണ്ട്. പക്ഷേ വലിയ രീതിയിൽ BJP ഇസ്ലാമിക വിരുദ്ധമാണ് എന്നുള്ള പ്രചരണം കേരളത്തിൽ വളരെ രൂക്ഷമാണ്. ആ രൂക്ഷമായ കാര്യമെന്ന് പറയുന്ന ആ പ്രചരണം നൽകുന്നത്, ഇപ്പം നമുക്കറിയാം UP എടുത്താൽ അല്ലെങ്കിൽ മധ്യപ്രദേശ് എടുത്താൽ അവിടെയൊക്കെ വലിയ രീതിയിൽ മുസ്ലിം സമുദായത്തിനുള്ള നേതാക്കളുണ്ട്. ഇന്ത്യ ഒട്ടുക്ക് ഈ പാർട്ടിക്ക് വലിയ നേതൃനിരയാണ് മുസ്ലിം സമുദായത്തിൽ. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഇന്ന് ഇസ്ലാം സമൂഹം ഭൂരിപക്ഷമായി മാറിയിരിക്കുന്നു, ന്യൂനപക്ഷമല്ല ഇന്ന് കേരളത്തിൽ. അപ്പോൾ ആ ഭൂരിപക്ഷത്തെ കൂടെ നിർത്താൻ അവർ ഏറ്റവും അധികം ഇടതുപക്ഷവും വലതുപക്ഷവും ഉപയോഗിക്കുന്നത് BJP വിരുദ്ധതയാണ്. അല്ലെങ്കിൽ BJP ഭരിക്കുന്ന രാജ്യത്ത് അവർ സുരക്ഷിതരല്ല എന്നുള്ള വലിയ ചിന്താഗതി ഇവർ കൊടുത്തുകൊണ്ടാണ് BJP പ്രതിരോധിക്കുന്നത്. പക്ഷേ അവിടെ ഒരു അപകടമുണ്ട്. അവർ ഈ നടക്കുന്ന പ്രചരണം കൊണ്ട് ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ അല്ല ഗുണമുണ്ടാകുന്നു. ഇവിടെ രാജ്യവിരുദ്ധ വർഗീയ സംഘടനകളെയാണ് യഥാർത്ഥത്തിൽ ഇവർ ബലപ്പെടുത്തുന്നത്. അത് ശരിക്കും അവരുടെ വോട്ടിന് വേണ്ടി ചെയ്യുന്ന ഒരു തെറ്റ്, ശരിക്കും അവർ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൊടിപിടിക്കുന്ന അല്ലെങ്കിൽ അതിന് ചൂട്ടുപിടിക്കുന്ന ഒരു പ്രവണതയാണ് കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും അപകടകരമായ പ്രവണതയാണ്. ഒരു കാലത്ത് ഇനി 4-5 വർഷം അവർക്ക് ഈ പ്രീണന നയമൊക്കെ ആയിട്ട് പോകാൻ കഴിയും. പക്ഷേ ആ പ്രീണന നയം കഴിയുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഇത് പോകും. കേരളം വലിയ രീതിയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമായി കേരളം മാറും. അത് ഏറ്റവും വലിയ അപകടമാണ്. ഇവരിപ്പോൾ 4 വോട്ടിന് വേണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തികൾ കേരള സംസ്ഥാനത്തെ വലിയൊരു അപകടത്തിലേക്കാണ് നയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ശരി, ഞാൻ ചോദിക്കുന്നത് പിന്നെ ക്രൈസ്തവ സഭയുമായിട്ട് അടുപ്പിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ക്രൈസ്തവ സഭയെ ഞാൻ മനസ്സിലാക്കുന്നത് ക്രൈസ്തവ സഭയുമായി അടുപ്പിക്കുന്നതെന്നുള്ളതല്ല. ഒരു ന്യൂനപക്ഷത്തെ സംബന്ധിച്ച്, ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് അടിസ്ഥാനപരമായി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ ഇടപെടൽ നടത്താൻ, പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ വിഷയങ്ങൾ, ന്യൂനപക്ഷ അവകാശങ്ങളെ സംബന്ധിച്ച വിഷയങ്ങൾ, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ, ഇവിടുന്ന് നടക്കുന്ന മൈഗ്രേഷൻ, കാർഷിക മേഖല, പ്രത്യേകിച്ചും ക്രൈസ്തവ മേഖല എന്ന് പറയാൻ പറ്റില്ല, കാർഷിക മേഖലയെ ബാധിക്കുന്ന വിഷയങ്ങൾ, ഇതിനെയൊക്കെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞ കാലങ്ങളിൽ BJPക്ക് അങ്ങനെ ഒരു കാര്യങ്ങളിൽ സ്പെസിഫിക് ആയിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ ഇനി അത് തീർച്ചയായിട്ടും അത് ചെയ്യും. അതുതന്നെയാണ് അത് ക്രൈസ്തവ ഒരു മുന്നേറ്റം എന്നതിനപ്പുറത്തേക്ക് ക്രൈസ്തവരെ ഉൾപ്പെടെ ബാധിക്കുന്ന, കാർഷിക മേഖലയെ ബാധിക്കുന്ന വിഷയങ്ങളിലുള്ള ഇടപെടലാണ് കൂടുതൽ BJP നടത്താൻ പോകുന്നത്. ഈ മതേതര പാർട്ടിയാണെന്ന് നിലവിൽ പല പ്ലാറ്റ്ഫോമുകളിലും പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു മതേതര പാർട്ടി ഉള്ളൂ BJP. അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പോലും മുൻകാലങ്ങളിൽ കേസുലിന് ഉൾപ്പെടെയുള്ള ആളുകൾ പറയാറുണ്ട് ഇത് ഹിന്ദുത്വ പാർട്ടി തന്നെയാണ്, അതിൽ നിന്ന് മാറി ഒരു സഞ്ചാരം ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സംസ്കാരമാണ്. നമ്മളെല്ലാം ആ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയേറെ സഹിഷ്ണുതയോടുകൂടി ഇത്രയേറെ എല്ലാ സംസ്കാരങ്ങളെ ഉൾക്കൊണ്ട വേറൊരു സംസ്കാരം ഏതാണുള്ളത്? ഇവിടെ മുഗൾ രാജാക്കന്മാർ ഉണ്ടായിരുന്നു, ഇവിടെ വിദേശ നിന്ന് പ്രത്യേകിച്ച് പോർച്ചുഗീസ്, അതുപോലെ ബ്രിട്ടീഷ് അധിനിവേശം ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം അക്സെപ്റ്റ് ചെയ്ത ഒരു സംസ്കാരമാണ് ഹൈന്ദവ സംസ്കാരം. ആ സംസ്കാരത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടി തന്നെയാണ് BJP. എന്നാൽ
കഴിഞ്ഞ 11 വർഷക്കാലം എടുത്തു നോക്കി. ഈ 11 വർഷക്കാലത്തിനിടയിൽ ഇവർ ഈ പറയുന്ന പോലെ ഏത് ഇസ്ലാമുകളാണ് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന എത്ര പേരാണ് നരേന്ദ്രമോദിയുടെ ഈ കാലഘട്ടത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്? അല്ലെങ്കിൽ അവരെ പർപ്പസ്ഫുള്ളി അവരേതെങ്കിലും രീതിയിൽ പ്ലാൻഡായിട്ട് ഒരു അവർക്ക് നേരെയുള്ള ഒരു അതിക്രമം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട്, എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ശരിയാണ്, ഇപ്പോൾ പ്രാദേശികമായി എവിടെയെങ്കിലും കൊച്ചു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ലെന്ന് പറയില്ല. അത് എല്ലാ കാലത്തും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ ഈ രാജ്യം സർവാധികാരത്തോടു കൂടി ഭരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വളരെ കാഴ്ചപ്പാട് നമ്മളൊക്കെ വളരെ അത്ഭുതത്തോടു കൂടി നോക്കി കാണിക്കുന്നുണ്ട്. ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കാതെ ഇവിടെ ഒരു സെക്കുലർ കാഴ്ചപ്പാടോടുകൂടി മുമ്പോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രി. പക്ഷേ അത് അങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കാൻ ഇവിടെ വലിയ സംഘടിത ശ്രമം നടക്കുന്നുണ്ട്. കേരളത്തിൽ അത് ഒരു പരിധി വരെ വിജയിക്കുന്നുമുണ്ട്. കാരണം മോദിജി വന്നതിന് ശേഷം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ രാജ്യത്ത് സുരക്ഷിതരല്ല, ഞങ്ങൾ ഈ രാജ്യത്ത് രണ്ടാം പൗരന്മാരാണ് എന്നുള്ള ഒരു ചിന്ത വലിയ രീതിയിൽ ഈ രാജ്യവിരുദ്ധ വർഗീയ സംഘടനകൾ ഇവിടുത്തെ നല്ലവരായ ഇസ്ലാം സഹോദരങ്ങളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്നത് കുറേയൊക്കെ അവർ വിജയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമില്ല. ന്യൂനപക്ഷ പ്രീണനം എന്നൊരു ഭാഗമേ BJPയുടെ അല്ല NDA സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നേ ഇല്ല എന്നാണ് ഷോൺ പറയുന്നത്. എവിടെ ഉണ്ടാകുന്ന ഒരു ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നത്? ന്യൂനപക്ഷമല്ല, ഏതെങ്കിലും ഒരു പ്രീണനം എന്ന് പറയാൻ ന്യൂനപക്ഷ പ്രീണനം എവിടെയാണ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്? ഇപ്പോൾ വഖഫ് വിഷയത്തിന് ഇടപെട്ട് അത് ന്യൂനപക്ഷ പ്രീണനമാണോ? ശരിക്കും ഇസ്ലാം സമൂഹത്തിൽ വരുന്ന 3% താഴെ വരുന്ന ആളുകൾ മാത്രം ഈ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പത്ത് ശക്തിയായ അല്ലെങ്കിൽ സാമ്പത്തിക അടിത്തറയുള്ള വഖഫ് ബോർഡിനെ കൈകാര്യം ചെയ്യുന്നു. 97% അതിന് ഒരു പ്രയോജനമില്ല, കണക്കില്ല, കാര്യമില്ല. കുറേ ആളുകൾ കുടുംബ സ്വത്തായിട്ട് വഖഫ് ബോർഡിനെ സൂക്ഷിക്കുന്നു. അതിന് കണക്കും കാര്യം ഉണ്ടാക്കിയതാണ് വഖഫ് ബോർഡ്, വഖഫ് ഭേദഗതി ബില്ല്. അവിടെ എന്ത് ഈ നിമിഷം വരെ വഖഫ് യഥാർത്ഥ വഖഫായി വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഭൂമി പോലും സർക്കാർ പിടിച്ചെടുക്കുന്നതെന്ന് മാത്രമല്ല 12,000 കോടി രൂപ 12 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുണ്ട് വഖഫ് ബോർഡിന്. ഒരു വർഷം 12,000 കോടി രൂപയുടെ വരുമാനം ഉണ്ടാകുന്ന വഖഫ് ബോർഡിന് കഴിഞ്ഞ വർഷത്തെ വരുമാനം 91 കോടി രൂപയാണ്. അപ്പോൾ ആരാ ബാക്കി പൈസ കൊണ്ടുവന്ന്? ഈ നാട്ടിലെ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന സ്ത്രീകളും കുട്ടികളും പാവപ്പെട്ടവരുമായിട്ടുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി രൂപീകൃതമായ വഖഫ് ബോർഡിൻ്റെ സ്വത്ത് അവിടെ പോയി. അപ്പോൾ ഇത് കുറേ ആളുകൾ ഇന്ന് കൊള്ളയടിക്കുകയാണ്. അതിനകത്തൊരു വിഭാഗം ഇത് രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ അതിനെ തടയിടണ്ടേ? അപ്പോൾ അതൊരു പ്രീണനമായിട്ടോ അല്ലെങ്കിൽ അത് മുസ്ലിം സമുദായത്തിന് നേരെയുള്ള കടമയില്ല. ശരിക്കും മുസ്ലിം സമുദായത്തിന് വേണ്ടി നടത്തിയ നിയമനിർമ്മാണമാണ്. 2, മുത്തലാഖ്. നമുക്കാർക്കെങ്കിലും ഗുണമുണ്ടോ മുത്തലാഖ് നിരോധിച്ചുകൊണ്ട്? ഈ രാജ്യത്ത് മൃഗങ്ങളെപ്പോലെ പല മേഖലയിലും കരുതിയിരുന്ന സ്ത്രീ സമൂഹത്തിന് അവർക്ക് അവകാശം ഉണ്ടാക്കി കൊടുത്ത നിയമമാണ് മുത്തലാഖ് നിരോധനം. മുത്തലാഖ് നിരോധനത്തിനെതിരെ ഇവർ സമരം ചെയ്തില്ലേ ഈ സംഘടനകളെല്ലാം? അവരുടെ അമ്മയ്ക്ക്, അവരുടെ പെങ്ങൾക്ക്, അവരുടെ മകൾക്ക്, ഇവർക്കൊക്കെ ഈ നാട്ടിൽ തുല്യ അവകാശവും നിയമപരമായ പ്രൊട്ടക്ഷനും കൊടുത്തൊരു നിയമം നരേന്ദ്രമോദി സൃഷ്ടിച്ചുകൊണ്ടാണോ അവർ സമരം ചെയ്തത്? അവരും മനുഷ്യരല്ലേ? തുല്യത പറയുന്ന രാഷ്ട്രീയ പാർട്ടികളല്ലേ അവരുടെ കൂടി സമരം ചെയ്തത്? ഇനി നമ്മുടെ ഏകീകൃത സിവിൽ കോഡ് വരുന്നു. ഏകീകൃത സിവിൽ കോഡ്, ഒരു രാജ്യത്തൊരു നിയമം വേണ്ടേ? ആ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് ചർച്ച നടത്തുമ്പോഴേ ഇവിടെ വലിയ പ്രക്ഷോഭമാണ്. എന്തിനാണ് പ്രക്ഷോഭം? എൻ്റെ മക്കൾക്ക്, എനിക്ക് 2 പെൺമക്കളുണ്ടെങ്കിൽ, എനിക്കൊരു ആൺ മകനുണ്ടെങ്കിൽ, ഇവർക്ക് 3 പേർക്ക് 3 തരത്തിലാണ് സ്വത്ത് വീതം വെക്കുന്നത്. എൻ്റെ മക്കൾ 3 പേരുണ്ടെങ്കിൽ എൻ്റെ 3 മക്കൾക്കും എൻ്റെ സ്വത്തിന് അവകാശം വേണം. ഞാനുണ്ടാക്കിയ സ്വത്തിന് എൻ്റെ മാതാപിതാക്കൾ വഴി എൻ്റെ സഹോദരങ്ങൾക്കും കൂടി അവകാശം പോകുന്നൊരു നിയമം എന്ത് നിയമമാണെന്നുള്ളത്? സത്യം പറഞ്ഞാൽ എൻ്റെ സ്വത്തിൻ്റെ അവകാശം എൻ്റെ മക്കൾക്ക് കിട്ടാതെ പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ ഷീന ഷുക്കൂർ അവർ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി, ഓർക്കുന്നില്ലേ ഈയിടെ? എന്തുകൊണ്ട് അവർ ചെയ്ത്? അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് അവരുടെ മക്കൾക്കുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള നിയമപ്രകാരം അതല്ല. അപ്പോൾ തുല്യത ലഭിക്കാൻ ഈ രാജ്യത്തെ സ്ത്രീകൾക്ക്, അത് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും, ഈ രാജ്യത്തെ സ്ത്രീകൾക്കും തുല്യത ലഭിക്കാൻ നരേന്ദ്രമോദി എടുത്ത നിലപാടിനെ വർഗീയതയായി കാണുന്നവരുടെ എന്തു പറയാനാണ്? ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപിയുടെ ഒരു ജയത്തെയും ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ആ ഒരു ജയം നമ്മൾ പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറത്തായിരുന്നു. അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിലുള്ളവരോ അല്ലെങ്കിൽ ഈ സ്ഥിരമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകരോ ഒക്കെ പ്രെഡിക്റ്റ് ചെയ്തതിനപ്പുറത്തേക്കായിരുന്നു സുരേഷ് ഗോപിയുടെ ജയം. ആ ജയത്തിൽ ഒരു പൊളിറ്റിക്കൽ ധാർമ്മികത സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? 100%. അതിനെവിടെയാണ് അധാർമികത ഉണ്ടായത്? അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വോട്ടേഴ്സ് ചേർക്കുന്ന വിഷയമാണോ? അതാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ്റെ വോട്ടേഴ്സ് പേര് ചേർക്കുന്ന പ്രൊസീജിയർ നടക്കുന്നു.
ഇപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടമുള്ള വാർഡിൽ, എൻ്റെ വാർഡിൽ എത്ര പേർക്ക് വോട്ടുണ്ട്, എത്ര പേർക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് പേരുണ്ട്, ആരൊക്കെ മരിച്ചുപോയി, ആരൊക്കെ സ്ഥലം വിട്ടുപോയി, ഇതെനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനത് കൃത്യമായിട്ട് എൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് എത്ര പേര് പുറത്തു പോയി, അല്ലെ എത്ര പേര് ഇല്ലാത്തതാണെങ്കിൽ അവരെ കട്ട് ചെയ്താൻ എഴുതി കൊടുക്കാൻ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഏത് വ്യക്തിക്കുമുണ്ട്, രാഷ്ട്രീയ പാർട്ടി ഒന്നും, ഏത് വ്യക്തിക്കുമുണ്ട്. നേരെ മറിച്ച് എൻ്റെ വാർഡിൽ പുതിയതായി താമസക്കാരായിട്ട് ഒരു 50 പേര് ഒരു വീട്ടിൽ വരികയാണ്. അവർ അല്ലെങ്കിൽ ഒരു താമസം ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു ആളുടെ പേര് രജിസ്റ്റർ ചെയ്യുകയാണ്. എല്ലാ വാർഡിലും BLO ഉണ്ട്, എല്ലാ പാർട്ടിക്കും ബൂത്ത് ലെവൽ ഏജൻ്റ് ഉണ്ട്. ഇവർക്ക് എഴുതി കൊടുത്താൽ മതി ഇവരിവിടെ ഇല്ലാതെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എവിടുന്നേലും മറ്റൊരു സ്ഥലത്തേക്ക് മത്സരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കാസർഗോഡ് മത്സരിക്കാൻ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എൻ്റെ ഫാമിലി എൻ്റെ കൂടെ വരും അല്ലേ, എൻ്റെ ഡ്രൈവർ എൻ്റെ കൂടെ ഉണ്ടാവും. കാരണം ഞാൻ അവിടെ താമസിച്ചാണല്ലോ നിൽക്കുന്നത്. 6 മാസം ഞാൻ അവിടെ താമസിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് അവിടുന്ന് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. ആ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് പ്രകാരം എനിക്ക് അവിടെ വോട്ട് ചേർക്കാൻ കഴിയും. ഞാൻ അവിടെയും ഇവിടെയും വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. രണ്ടിടത്ത് വോട്ട് ചെയ്തോ ശരിയാണ്, തെറ്റാണ്, 100%. ആ വ്യക്തി ചെയ്യുന്നത് തെറ്റാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഷോൺ നിയമസഭാ തെരഞ്ഞെടുപ്പ്, എൻ്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം ചോദിക്കും, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് മത്സരിക്കുന്നിടത്തോട്ട് വോട്ട് മാറ്റാം, ആർക്കും മാറ്റാം. അത് സ്വാഭാവികമായ ഒരു സ്ഥാനാർത്ഥി മാറുമ്പോൾ അയാളോടൊപ്പം 10,000 2,000 വോട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വോട്ടുകൾ അവർ സ്വമേധയാണ്. ഇപ്പം എനിക്ക് കൃത്യമായിട്ട് അറിയാം, എൻ്റെ ഒപ്പം മത്സരിക്കുന്ന പൂഞ്ഞാറിൽ പാലായിൽ താമസമുള്ളവർ, പൂഞ്ഞാറ്റിൽ വീടുള്ളവരുണ്ട്. പൂഞ്ഞാറ്റിൽ വീടുള്ളവർ പാലായിൽ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്. അവർ വോട്ട് മാറ്റില്ല, അവർ പൂഞ്ഞാറ്റിൽ തന്നെ നിർത്തുകയാണ്. പപ്പായിട്ടുള്ള താല്പര്യമാണ്. അങ്ങനെ 10,000-2,000 വോട്ടുണ്ടാവും എല്ലാ സ്ഥലങ്ങളിലും. അതിനെ ഇതൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഇത്രയേറെ ഓരോ വാർഡിലും എത്ര വോട്ട് ചേർത്തു എന്നും അതിന് ഒബ്ജക്ഷൻ കൊടുക്കാനും ആ ഒബ്ജക്ഷൻ കൊടുത്ത പേര് വെട്ടാനും ഒക്കെ എല്ലാ പാർട്ടികൾക്കും അവകാശമുണ്ട്. ഇതൊന്നുമില്ലാതെ ഇപ്പോൾ ഇത് വിവാദമായിട്ട് കൊണ്ടുവന്ന് സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ ആ പ്രഭ കളയുക എന്നുള്ളത് മാത്രമാണ്. കേരളത്തിൽ BJP ജയിച്ചത് കള്ളവോട്ട് കൊണ്ടാണ് എന്ന് സ്ഥാപിച്ചെടുക്കുക. അത് കുറേ മാധ്യമങ്ങൾ അത് വിവാദമാക്കുന്നു. ആ മാധ്യമങ്ങൾക്കൊക്കെ അതിനകത്ത് അവരുടേതായ അജണ്ടകളുണ്ടാകും. അതല്ലാതെ ഇതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഇതൊന്നും ഞങ്ങളെ ഏശുന്ന പരിപാടിയല്ല. ഒരു ധാർമ്മിക പ്രശ്നവും വിവരമുള്ളവർക്ക്, അതായത് ഒരിക്കലെങ്കിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ ഒരു ബൂത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ പോയിട്ടുള്ള ഏത് വ്യക്തിക്കും ഇതെന്താണ് എന്ന്, ഏത് രാഷ്ട്രീയ പ്രവർത്തനം ഇതെന്താണെന്നെല്ലാം എല്ലാവർക്കും അറിയാം. പിന്നെ കുറച്ച് ദിവസത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കും, ഒരു ബഹളം ഉണ്ടാക്കും, അത് അവിടെ അവസാനിക്കും. ഞാൻ ചോദിക്കുന്നത്, ഒരു സീറ്റും ഒരു 16% വോട്ടും നിലവിലുള്ളത്, അതിനെ ഒരു 32% എത്തിയാൽ ഭരണം തിരിച്ചു പിടിക്കാമെന്ന് കെ സുരേന്ദ്രൻ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ അഭിപ്രായം എന്താണ്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും BJPയുടെ ഒരു നീക്കം? ഞങ്ങളുടെ ഒരു സെമി ഫൈനൽ എന്ന് വേണേൽ പറയാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ടാർഗറ്റ് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ 2026 കേരളത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. 0 to 80 എന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് അതിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഭയങ്കര അപകടകരമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഭയങ്കര അപകടകരമാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തെ, കേരളത്തിൻ്റെ ഭരണത്തെ ഹൈജാക്ക് ചെയ്യാൻ അദൃശ്യമായ ഒരു ശക്തി ഉണ്ട്. അത് അവർ ചാനലുകളെ നിയന്ത്രിക്കുന്നു, പത്രങ്ങളെ നിയന്ത്രിക്കുന്നു, CPM-നെ നിയന്ത്രിക്കുന്നു, കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നു. ഇപ്പോൾ അത് കുറച്ച് UDF-ൻ്റെ പക്ഷത്തേക്കാണ് ആ പൊളിറ്റിക്കൽ ഇസ്ലാം നിൽക്കുന്നത്. അപ്പോൾ അത് അവരുടെ തീരുമാനം പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ എങ്ങോട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം പിണറായി അതിൻ്റെ ഏറ്റവും നല്ല ഉപഭോക്താവാണ്. അതിനെ വിലക്ക് മേടിക്കാൻ ഏറ്റവും നല്ല ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം പിണറായിക്കുണ്ട് പാർട്ടിക്ക് പുറത്ത്. ഞാൻ ആ വിഷയങ്ങളിലേക്ക് കിടക്കുന്നില്ല. ആ പാർട്ടിക്ക് പുറത്ത് നടക്കുന്ന ആ സിസ്റ്റം നാളെ പിണറായി തിരിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ട്, പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ അപകടകരമായ ആ സാഹചര്യത്തെ പ്രതിരോധിക്കുക എന്ന ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള വലിയ കടമ കൂടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കുണ്ട്. അധികാരത്തിലെത്തുക എന്നതിനപ്പുറം ഈ രാജ്യത്തിന് അപകടകരമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നും ഈ സംസ്ഥാനത്തെ മോചിപ്പിക്കുക എന്നുള്ള വലിയ ലക്ഷ്യം BJPക്ക് ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ഷോൺ എവിടെയോ പറയുന്നത് ഞാൻ കേട്ടു, അടുത്ത നിയമസഭാ ഇലക്ഷൻ ഉറപ്പായും BJP കേരളം ഭരിക്കുമെന്ന് തന്നെയാണ്. ഉറപ്പായിട്ടും അത് പറയുന്നുണ്ട്. എത്ര സീറ്റ് ഞാനത് പറയുന്നതിൻ്റെ കാര്യം, ഈ രാഷ്ട്രീയ സാഹചര്യത്തെ കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ആ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിന് ബോധ്യപ്പെട്ടാൽ 100% കേരളത്തിൽ BJP അധികാരത്തിൽ വരും. BJP അധികാരത്തിൽ വന്നേ പറ്റൂ, അല്ലെങ്കിൽ ഈ രാജ്യം അപകടത്തിലാണ്. ഈ സംസ്ഥാനം വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്.
ഇത്ര ആധികാരികമായി ഇത്ര കോൺഫിഡൻസോട് കൂടി പറയാനുള്ള കാരണം എന്താ? ഞാൻ എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം, സംഘടനാ ബലത്തെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഈ മുൻകാലങ്ങളിലെ ഒരു വോട്ടിംഗ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ എത്ര ശതമാനം വളർച്ചയുണ്ടായിരുന്നു നമ്മളൊരു വിശകലനം നടത്തുമല്ലോ, അവിടെ ഒന്നും കാണാത്ത ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ് ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റും ഇത്ര സീറ്റ് കിട്ടും, അല്ലെങ്കിൽ ഇപ്പം ഷോൺ എത്ര സീറ്റ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി പറയണമെന്നുണ്ടെങ്കിൽ കൃത്യമായി പഞ്ചായത്ത് ഇലക്ഷൻ കഴിയണം. നമ്മളിപ്പോൾ ഒരു കാടടച്ച് വെടിവെച്ചിട്ട് കാര്യമൊന്നുമില്ല. കേരളത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായൊരു ട്രെൻഡ് ഉണ്ടായാൽ ഞങ്ങൾക്ക് എവിടം വരെയും പോകാൻ കഴിയും എന്നുള്ള ഞങ്ങൾക്ക് വിശ്വാസം. ഞാൻ പറയാം, മുൻപ് BDJSന്റെ ഒരു വരവോടുകൂടി പെട്ടെന്നൊരു ഹൈക്ക് BJPക്ക് ഉണ്ടായി, അത് യാഥാർത്ഥ്യമാണ്. അതിനുശേഷം BJPക്ക് അത്ര വലിയൊരു മുന്നേറ്റം ഉണ്ടായെന്നാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 4% ഇൻക്രീസ് ഉണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4% NDAയുടെ ഇൻക്രീസ് വോട്ട് പെർസെൻറ്റേജ്. അപ്പോൾ അത് 32 സുരേൻ ചേട്ടൻ പറഞ്ഞു. 32 എന്നുള്ളത് 25 ആയാൽ പോലും വലിയ അത്ഭുതമായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെ സംഭവിക്കും. ഇപ്പോൾ ഈ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തതിൻ്റെ നിങ്ങൾ അതിൻ്റെ കണക്കെടുത്ത് നോക്കൂ. BJP ആണ് ഏറ്റവും മുമ്പിൽ, ഒരു സംശയം വേണ്ട. കള്ളവോട്ടല്ല കേട്ടോ, കള്ളവോട്ട് ചേർത്തേക്കുന്നത് മുഴുവൻ CPM ആണ്. ഇവിടെ കാസർഗോഡ് 87 വോട്ടിനാണ് സുരേന്ദ്രൻ ചേട്ടൻ തോക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ എൻ്റെ വിശ്വാസം 6000 കള്ളവോട്ട് ചെയ്തു CPM. 6000 കള്ളവോട്ട്. അദ്ദേഹം പറയാറുണ്ട് 6000-ന് മുകളിൽ കള്ളവോട്ട് നടന്നു. കള്ളവോട്ട് കണ്ടുപിടിച്ചവന്മാരാണ് ഇപ്പോൾ ആരോപണമായിട്ട് ഇറങ്ങിയത്. ഈ പുറത്ത് പറയാൻ പറ്റുന്ന, അതായത് വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ നടത്തുന്നത്? അത് പറയാൻ പറ്റില്ല, പുറത്ത് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, ഞങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് സംഘടനയെ ചിട്ടപ്പെടുത്തുക എന്നുള്ള വലിയ കർത്തവ്യമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി ഞങ്ങൾക്ക് പറയാനുള്ള രാഷ്ട്രീയമാണ്. കേരളത്തെ ബാധിക്കുന്ന അടിസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങളിൽ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. ഞങ്ങൾ ചെയ്ത് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, വാഗ്ദാനം കൊടുക്കാനല്ല, കൂടുതൽ ചെയ്തു കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ ഛത്തീസ്ഗഡ് വിഷയത്തിലേക്ക് വരാം നമുക്ക്. ഛത്തീസ്ഗഡ് വിഷയത്തിൽ ശരിക്കും കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്ന് തന്നെ ഷോൺ വിശ്വസിക്കുന്നുണ്ടോ? ഒരു വലിയ തെറ്റിദ്ധാരണയാണ് അവിടെ സംഭവിച്ചത്. അത് ആരെയും കുറ്റം പറയാൻ പറ്റില്ലാത്ത തെറ്റിദ്ധാരണ. കാരണം ആ നാടിൻ്റെ സംസ്കാരം, ആ നാടിൻ്റെ സംസ്കാരമല്ല, ആ നാടിൻ്റെ രീതി ഇത് വലിയ രീതിയിൽ നടക്കുന്ന ഒരു നാടാണ്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് വലിയ രീതിയിൽ നടക്കുന്ന നാടാണ്. വലിയ രീതിയിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള നാടാണ്. അവിടെ ഈ കാര്യത്തിൽ വളരെ കോൺഷ്യസ് ആണ്. ഈ സിസ്റ്റർമാരെ കുട്ടികളെ ജോലിക്ക് കൊണ്ടുപോകാൻ വേണ്ടി തന്നെ വന്നതാണ്. എനിക്ക് വ്യക്തിപരമായ ബോധ്യമുള്ളത്. പക്ഷേ ഞാൻ പറയുന്ന പോലെ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ അവിടുത്തെ മുഖ്യമന്ത്രിക്കോ ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് അവരുടെ മുമ്പിലുള്ള നിയമപരമായ രേഖകൾ വെച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് പറയാൻ പറ്റുന്നിടത്ത് എനിക്ക് വ്യക്തിപരമായ ബോധ്യമുണ്ട്. ഈ സിസ്റ്റർമാർ ഈ പറയുന്ന സ്ഥലമുണ്ടല്ലോ, ഈ ദുർഗ് എന്ന് പറയുന്ന സ്ഥലം, ആ ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്തെ ഏറ്റവും വലിയ സ്കൂൾ ഈ സിസ്റ്റർമാർ നടത്തുന്നതാണ്. 3000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനും അവിടുത്തെ MLA അവിടുത്തെ MB ഒക്കെ ആ സ്കൂളിൽ പഠിച്ച ആളുകളാണ്. അവിടെ നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. പക്ഷേ എന്നാൽ ഈ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്ന ആളുകൾ അവിടെ ഉണ്ട്, അതില്ല എന്നല്ല. അവിടെ അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇതെല്ലാം ഒറ്റ സർക്കിളിൽ പെടും. ഈ സിസ്റ്റർമാർ അതിനകത്ത് പെട്ടുപോയി എന്നുള്ളതാണ് സത്യം. പ്രൊവോക്കേഷൻ ഉണ്ടായി രണ്ട് സൈഡിൽ നിന്ന്. ആ പ്രൊവോക്കേഷനിൽ കൈവിട്ടു പോയതാണ് സംഭവം. പക്ഷേ നമ്മളൊക്കെ അറിയുമ്പോൾ വളരെ താമസിച്ചു. അറിഞ്ഞപ്പം മുതൽ ആ സിസ്റ്റർമാരെ തിരിച്ചുകൊണ്ട് മഠത്തിൽ വിടുന്നോടം വരെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു. അത് അവർക്കും ബോധ്യമുണ്ട്. ബോധ്യപ്പെടാൻ താല്പര്യമില്ലാത്ത കുറേ ആളുകൾ ഇവിടെയുണ്ട്. ബോധ്യപ്പെടണ്ട, ഞങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരിവാർ സംഘടനകൾ ഉൾപ്പെടെ പലപ്പോഴും ഈ വിഷയത്തിൽ ക്രൈസ്തവർക്കെതിരെ ഒരു നിലപാടെടുക്കുമ്പോഴും ക്രൈസ്തവർക്കെതിരെയല്ല, അത് എടുത്തു പറയണം. നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ അവർ നിലപാടെടുക്കുന്നുണ്ട്. ആ നിലപാടിനെ ആർക്കും തെറ്റാന്ന് പറയാൻ കഴിയില്ല. കാരണം അതൊരു ക്രൈമാണ്. നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു കുറ്റകരമായ വിഷയമാണ്. നേരെ മറിച്ച് ഒരാൾക്ക് ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് ഭരണഘടനാപരമായ അവകാശമാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടുത്തെ പ്രശ്നം. ഒന്ന് അവകാശവും ഒന്ന് ഒരു ക്രിമിനൽ കുറ്റവും. ഇതിനെ രണ്ടിനും ഒന്നാക്കി കാണിച്ച് ഇതിനെ രണ്ടിനും ഒരുമിച്ച് ചർച്ച ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അതിന് ഇവിടുത്തെ ഇടതുപക്ഷവും ഇവിടുത്തെ കോൺഗ്രസും ഒക്കെ ആ കാര്യത്തിൽ വിജയിക്കുന്നുണ്ട്. ഇത് രണ്ടിനെ ഒന്നായിട്ട് കാണാൻ. അങ്ങനെയല്ല, ഇത് രണ്ടും രണ്ടാണ്. ആർക്കും, എനിക്കും നിങ്ങൾക്കും ഏത് മതത്തിലും ഇന്ന് ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ ഇന്ന മതത്തിലോട്ട് മാറി, എനിക്ക് അവിടെ വിശ്വസിക്കുക, എനിക്ക് അവിടെ പള്ളിയിൽ പോകാം. ആ മതത്തിൻ്റെ ചട്ടക്കൂടുകൾ മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. പക്ഷേ നിർബന്ധിതമായി പ്രലോഭനങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ, നമുക്കറിയാം ഇവിടെ എങ്ങനെയാണ് കേരളത്തിൽ ഇത്രയേറെ
ഇസ്ലാം സമൂഹം മലബാർ മേഖലയിലുണ്ടായത്? ടിപ്പുവിൻ്റെ അധിനിവേശമാണ്. ടിപ്പുവിൻ്റെ കാലത്ത് നിർബന്ധിത മതപരിവർത്തനമാണ് നടന്നത്, ഭീഷണിപ്പെടുത്തിയാണ് നടത്തിയത്. അപ്പോൾ അത് ആ കാലത്ത് നടന്നൊരു കാര്യം. അന്ന് ഈ നിയമം ഉണ്ടായിരുന്നെങ്കിൽ ടിപ്പു ഈ കേസ് അകത്ത് പോയായിരുന്നു. ഇതേ കേസിൽ ടിപ്പു അകത്ത് പോയായിരുന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യ ഒട്ടുകൊണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരാൾക്ക് വിശ്വസിക്കാനുള്ള അവകാശം അത് ഈ രാജ്യത്ത് ആരും അതിനെതിരല്ല. ആർക്ക് ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. ക്ലിയർ ആണ്. പക്ഷേ അവിടെയൊക്കെ നമുക്ക് സംശയം തോന്നുന്നത് ഈ അവിടെ എടുത്ത നിലപാട്, ഇപ്പോൾ ഛത്തീസ്ഗഡിൽ BJP സ്വീകരിച്ചൊരു നിലപാട് കേരളത്തിലെ BJPയെ ഏതെങ്കിലും തരത്തിൽ ഒരു അസ്വാരസ്യം BJPക്ക് ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ തീർച്ചയായിട്ടും ഞാനത് തുറന്ന് സമ്മതിക്കുന്നു. ഈ പറയുന്ന അവിടെ ഉണ്ടായ അതേ ആശയക്കുഴപ്പം ഇവിടെ ഉണ്ടായി. എന്ത് സംഭവിച്ചു എന്നുള്ള നിജസ്ഥിതി, എന്താണ് അവിടെ നടന്നതെന്നുള്ള നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ ഞാൻ കുറച്ച് ദിവസം എടുത്തു. ആ സമയങ്ങളിൽ ഇപ്പോൾ എല്ലാവർക്കും, എല്ലാ വ്യക്തികൾക്കും ഏതെങ്കിലും തരത്തിൽ ഫേസ്ബുക്കിലെങ്കിലും ഈ വിഷയത്തിൽ വിമർശിച്ചവർക്ക് പോലും എന്താണ് സംഭവിച്ചതെന്നും BJPയുടെ സംസ്ഥാന നേതൃത്വം എന്തുകൊണ്ട് ഈ നിലപാട് സ്വീകരിച്ചതെന്നും ബോധ്യപ്പെടേണ്ടവർക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ അവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു വിഷയം ഉണ്ടാകുന്നു, നമ്മൾ പോയി ഇടപെടുന്നു, അപ്പോൾ BJPയുടെ ഭാഗത്തുനിന്നൊരു ഇടപെടലുണ്ടാകുന്നു. അപ്പോൾ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ഇപ്പം അമിത്ഷാ പറയുന്നു ഈ സമയം കൊണ്ട് അല്ലെങ്കിൽ കോടതിയിൽ പ്രോസിക്യൂഷൻ ഒരു കാരണവശാലും ഇതിനെ എതിർക്കില്ല എന്നൊരു ഉറപ്പ് അതിനു മുൻപ് MP-മാർക്ക് കൊടുക്കുന്നു. അപ്പോൾ തലേദിവസം രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ച് തീർച്ചയായും ആ സമയത്ത് ഞാൻ ചോദിക്കുന്നത്, കോടതിക്ക് അപ്പുറത്തേക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരു സർക്കാരാണോ നമ്മുടെ ഇന്ത്യയിൽ ഭരിക്കുന്നത്? അല്ല, അത് കഴിഞ്ഞ ദിവസം ആരെങ്ങനെ പറഞ്ഞു കോടതിയെ ഒക്കെ തീരുമാനിക്കുന്നത് അമിത്ഷാ ആണോ? എന്തായാലും ഈ രാജ്യത്ത് നടക്കുന്നത്. പക്ഷെ അവിടെ കോടതിയിൽ പ്രോസിക്യൂഷൻ സ്വീകരിക്കേണ്ട നിലപാടിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാം. അത് ഗവൺമെൻറ് തീരുമാനമാണ്. അത് ഗവൺമെൻറ് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് 3 കാര്യങ്ങൾ അവിടെ വന്നത്. സെക്ഷൻ 143(3) ഹ്യൂമൻ ട്രാഫിക്കിംഗ് BNSS പ്രകാരം. 2 അവിടുത്തെ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം സെക്ഷൻ 4. 3 ഈ കുട്ടികൾക്ക് പ്രായപൂർത്തിയായില്ല. ഈ 3 കാര്യങ്ങളും നടന്നിട്ടില്ല എന്ന് ഡോക്യുമെൻ്ററി ഈ പ്രതിഭാഗം അഭിഭാഷകർക്ക് കോടതിയിൽ സമർപ്പിച്ചപ്പോൾ സർക്കാർ എതിർത്തില്ല. അതാണ് സർക്കാർ ചെയ്യാൻ പറ്റുന്നത്. അത് ഡോക്യുമെൻ്ററിയാണ്. അഫിഡവിറ്റ് കാണിച്ചു, ഈ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിച്ചു, അവർ മുമ്പേ അവരുടെ മതപരിവർത്തനം നടന്നിട്ടില്ല, ഇതെല്ലാം കൃത്യമായി അവരുടെ മാതാപിതാക്കൾ തന്നെ അഫിഡവിറ്റ് കൊടുത്തപ്പോൾ അതിനെ എതിർക്കാതിരുന്ന മര്യാദയാണ് സർക്കാർ കാണിക്കാൻ പറ്റൂ. അത്ര കാണിക്കാൻ പറ്റൂ. കാരണം എന്താ, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലിരിക്കുന്ന കേസാണ്. അത്രയും മര്യാദയാണ് ആ സർക്കാരിന് കാണിക്കാൻ പറ്റുമായിരുന്നത്. അവരത് കാണിച്ചു, അതുകൊണ്ട് ജാമ്യം കിട്ടി. അതിനു മുമ്പ് സഭയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതിനു മുമ്പ് സഭ നിശിതമായി BJP വിമർശിക്കുകയാണ്. അതായത് പ്രതിഷേധവുമായി ഒരുമിച്ച് കേരളം ഇറങ്ങുന്നു. ആ സമയത്ത് വലിയ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത്. പിന്നീട് ഇതിനകത്ത് നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന സമയത്ത് ജാമ്യം കിട്ടി എന്ന് കഴിഞ്ഞപ്പോൾ ഈ കേസ് അവസാനിപ്പിച്ചു എന്ന് തോന്നൽ എന്തായാലും ആർക്കുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിയമം അറിയുന്ന എല്ലാവർക്കും അറിയാം ജാമ്യം മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന്. ആ ജാമ്യം കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും BJP ആണ് ഇത് ചെയ്തു തന്നത് എന്നുള്ളൊരു തോന്നൽ സഭയുടെ ഭാഗത്തു നിന്നുള്ള പല പ്രസ്താവനകളിൽ നിന്നും ഇപ്പോൾ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇടപെടൽ, ആ ഒരു രീതി ഒരു ഭരണകൂടം വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ കോടതികളിൽ നിന്ന് സാധ്യമാവുമോ എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യത്ത് നിന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ജനാധിപത്യ രാജ്യമെന്ന് ഓർത്തുകൊണ്ട് നീതി നടപ്പിലാകണ്ടേ? അതിനുള്ള സ്വാധീനമൊക്കെ BJPക്കുണ്ട്. അത് ഞങ്ങൾ തൻ്റെ ഇടത്തോട് തന്നെ പറയും. അങ്ങനത്തെ കാര്യങ്ങളിൽ BJP ഇടപെടൽ നടത്തേണ്ടത് ഇടപെടൽ നടത്തുക തന്നെ ചെയ്യും. അത് ജനാധിപത്യമാണെങ്കിലും അല്ലെങ്കിലും ആ കാര്യത്തിലൊക്കെ BJPയുടെ നിലപാടുണ്ട്. അത് ഒരു കാര്യത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടാൽ ഇടപെടേണ്ടിടത്ത് ഇടപെടാൻ BJPക്ക് യാതൊരു മടിയില്ല. അത് ഇടപെടുക തന്നെ ചെയ്യും. ഈ വിഷയത്തിൽ സഭയുടെ പ്രതികരണം വലിയ രീതി സഭയുടെ ഇത്തരത്തിലുള്ളൊരു വിഷയമുണ്ടായി. സഭ പ്രതികരിക്കുന്നതിന് എന്താണ് തെറ്റ്? അതിനൊരു തെറ്റുമില്ല. പ്രതിഷേധിക്കാനുള്ള അവകാശമുള്ള രാജ്യമാണ്. അതിനെ സ്വാഗതം ചെയ്യുന്ന പാർട്ടിയാണ് BJP. പക്ഷെ അത് തിരുത്തി ഞങ്ങളുടെ നിലപാട് സ്വീകരിച്ച് അവരെ സ്വതന്ത്രരാക്കിയപ്പോൾ അതിന് നന്ദി പറഞ്ഞതിന് ഇവിടുത്തെ ഗോവിന്ദ മാഷിനും സഹിക്കുന്നില്ല, CPM-നും സഹിക്കുന്നില്ല, DYFIക്ക് സഹിക്കുന്നില്ല. അവർ നന്ദി പറഞ്ഞ പിതാക്കന്മാർക്ക് നേരെ ആക്രോശിക്കുകയാണ്. അതിനിവിടെ ആർക്കും പ്രതിഷേധമില്ല. ഇവിടെ മതം മാറ്റ നിരോധന നിയമം അനുസരിച്ച് 2 കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്യപ്പോൾ പ്രതിഷേധിച്ച നേതാക്കന്മാരെ ഒന്നും നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ പേരിൽ മനംതൊന്ന് ആത്മഹത്യ ചെയ്ത സോണയുടെ കാര്യത്തിൽ പ്രതികരണമില്ല. ഒരക്ഷരം ആരെങ്കിലും മിണ്ടിയോ? കോതമംഗലത്തെ പെങ്കൊച്ചു മരിച്ചതിന് ശേഷം ആരെങ്കിലും സംസാരിച്ചോ? ക്ലീൻ കേസ് ഓഫ് ലവ് ജിഹാദ്.
അത് ഈ സംസ്ഥാനത്ത് ഉണ്ട് എന്ന് പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറാണോ? ഇല്ല. ഉണ്ടായില്ലെന്ന് പറയാൻ മാത്രമല്ല അത് എങ്ങനെ ഇല്ലാതാക്കാൻ കുടുംബത്തെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ വിഷയമൊന്നുമല്ല, ചുമ്മാ ഒരു ആത്മഹത്യ. അപ്പൻ അമ്മയോട് പറയാം ഇത് സാധാരണ ആത്മഹത്യ എന്ന് പറയുന്നത്. ഇങ്ങനെ മനസ്സിലായില്ല. ആ കൊച്ചിൻ്റെ ക്ലീൻ മൊഴിയാണ്. അവളെ എഴുതി വെച്ചിട്ടാണ് പോയേക്കുന്നത്. എന്നെ മതം മാറ്റത്തിന് നിർബന്ധിച്ച് പ്രേരിപ്പിച്ചതിൻ്റെ പേരിൽ, അതും പാനായിക്കുളത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. പാനായിക്കുളത്ത് കൊണ്ടുപോയി ഒരു മുറിയിൽ പൂട്ടിയിട്ട് ആ റമീസ് എന്ന് പറഞ്ഞ പയ്യനും അവളുടെ മാതാപിതാക്കളും മറ്റു ചില ആളുകളും അവളെ മതം മാറ്റത്തിന് നിർബന്ധിച്ചു എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ പ്രതിഷേധമില്ല, ചർച്ചയില്ല, നേതാക്കന്മാർക്ക് മിണ്ടാട്ടുമില്ല. എവിടെ പോയി വിട്ടാസൊക്കെ? ഞാൻ ആ വിഷയത്തിലേക്ക് ഉടനെ വരാം. ഞാൻ ചോദിക്കുന്നത്, ഈ ഗോവിന്ദചാമി എന്നൊക്കെ ഉള്ള ഒരു പ്രയോഗം എം വി ഗോവിന്ദനെതിരെ വിമർശിക്കുമ്പോൾ ഉപയോഗിക്കുന്നതിനെ എങ്ങനെ കാണുന്നു? അത് ഈ തിരിച്ച് നികൃഷ്ടജീവിയെന്നും അവസരവാദിയെന്നും ഒക്കെ ഗോവിന്ദന് പറയാമെങ്കിൽ പിതാക്കന്മാർക്ക് ഇതിനപ്പുറം പറയാം. എന്നാൽ അയാൾക്ക് മാത്രമേ നാക്കുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് മാത്രമേ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. മാന്യതയുടെ വാക്കാണ് ഉപയോഗിച്ചത്. ശരിക്കും പിതാക്കന്മാർ അവരാ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് ഏറ്റവും മര്യാദയുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ആ വാക്കല്ല ശരിക്കും ഉപയോഗിക്കേണ്ടത്. ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ ഇങ്ങോട്ട് പറഞ്ഞ വാക്കിനെ അങ്ങോട്ട് ഉപയോഗിക്കേണ്ടത് ഞാനാണെങ്കിൽ മറ്റൊരു വാക്കാണ്. പക്ഷെ അത് ആ തിരുവസ്ത്രത്തിൻ്റെ മാന്യത കൊണ്ടും പിതാക്കന്മാർ അത്തരം വാക്കുകൾ ഉപയോഗിക്കാത്തത് കൊണ്ടുമാണ് അയാൾക്കെതിരെ പറയേണ്ട വാക്ക് വേറെയാണ്. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഷോൺ തന്നെ പറയുന്നു. ഈ ആഴ്ച മൂന്നെണ്ണം. ഇപ്പം ഞാൻ പറയാം, ഒരു ഭരണകൂടം നമുക്കുണ്ട്. സംസ്ഥാന സർക്കാരോ ആഭ്യന്തര വകുപ്പോ ഒന്നും സ്ഥിരീകരിക്കാത്തൊരു കാര്യം ഷോൺ നിരന്തരമായി പറയുന്നുണ്ട്. ഇപ്പം ലവ് ജിഹാദ് കേരളത്തിലുണ്ട്. 2009 ക്രൈസ്തവ സഭ ഔദ്യോഗികമായി ഇടയലേഖനം ഇറക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. ശരി. അതിനു മുമ്പ് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള മുൻകാലങ്ങളിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യം. അറിയാലോ എങ്ങനെയാണ് ലവ് ജിഹാദ് കേരളത്തിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലവ് ജിഹാദ് എന്ന് പറയുന്ന വാക്ക് ആദ്യം വന്നത് കേരള കൗമുദി പത്രത്തിൽ ഒരു വാർത്തയോട് കൂടിയാണ് ഇത് ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്ക് ലവ് ജിഹാദ് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ഒരു ഭാഗത്ത് നിന്ന് ശ്രമം നടക്കുമ്പോൾ മറുഭാഗത്ത് നിന്ന് അന്ന് ഭരണകൂടം ഉൾപ്പെടെ അല്ലെങ്കിൽ കോടതി ഉൾപ്പെടെ പറയുന്നു ഇങ്ങനൊരു സംഭവം ഇല്ല, പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷെ ലവ് ജിഹാദ് പ്രണയ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ലവ് ജിഹാദ് ആണ് അത് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന തെളിവുകളൊന്നും തങ്ങളുടെ വശം ഉണ്ടായിട്ടില്ല എന്നാണ് അന്ന് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഈ ഷോൺ തുടർച്ചയായിട്ട് ഇപ്പോൾ ലവ് ജിഹാദിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. ലവ് ജിഹാദ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ തെളിവുകളാണ് താങ്കളുടെ കയ്യിൽ? ബാക്കിയല്ല പുറകോട്ടും മുമ്പോട്ടും ഒക്കെ ഉള്ള വിട്ടോ. ഈ കോതമംഗലം സോനയുടെ ഒറ്റ കേസ് പറയും. കാരണം ഇത് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഈ ആൻറ്റി കൺവേർഷനും മതവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെയാണ് സ്നേഹബന്ധവും അതിൻ്റെ പേരിലുള്ള മതമാറ്റവും ലവ് ജിഹാദും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രണയിച്ച് മതം മാറുന്നത് ഒരു വശം, രണ്ട് മതം മാറ്റാൻ വേണ്ടി കബളിപ്പിച്ച് കപട സ്നേഹം നടിക്കുന്ന മറ്റൊരു വിഭാഗം. ഞാൻ പറയട്ടെ, ഇവിടെ PFIയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു ഡോക്യുമെൻറ്റിൽ നമ്പൂരി കുട്ടിക്ക് 5 ലക്ഷം, നായർ കുട്ടിക്ക് 4 ലക്ഷം, ക്രിസ്ത്യൻ കുട്ടിക്ക് 4 ലക്ഷം, ഈഴവ കുട്ടിക്ക് 3 ലക്ഷം, പട്ടികജാതി കുട്ടിക്ക് 2 ലക്ഷം. ഏത് ഇങ്ങനെ ലവ് ജിഹാദിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി ആളുകൾക്ക് ഓഫർ കൊടുത്തേക്കുന്നതാണ്. ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ല, പുറത്ത് വന്ന വാർത്തകളാണ്. ഓരോ മാസം ഇപ്പം ഞാൻ പറയട്ടെ, എൻ്റെ നാടായ ഈരാറ്റുപേട്ടയിൽ നിരവധി ആളുകൾ സ്നേഹിച്ച് കല്യാണം. എൻ്റെ അടുത്ത സുഹൃത്ത് യൂസഫ്, അവൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച് വളരെ 3 കുട്ടികളുണ്ട്, വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതിനല്ല ലവ് ജിഹാദ്. നിങ്ങൾക്കൊന്നും മനസ്സിലാകാത്തതിൻ്റെ കാര്യം അവിടെ സമാധാനമുണ്ട്. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ ദുരുപയോഗം ചെയ്യുകയും ഇതിനെ കയറ്റി അയക്കുകയും മതം മാറ്റത്തിന് വേണ്ടി മാത്രം പ്രണയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലോബിയുണ്ട് ഇവിടെ. ഇതിനെ രണ്ടിനും രണ്ടായി കാണണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ യൂസഫിൻ്റെ കാര്യം പറഞ്ഞു. യൂസഫ് കല്യാണം കഴിച്ചിട്ട് ഞാൻ അവൻ്റെ സ്നേഹബന്ധവും അതുപോലെ അവൻ്റെ രജിസ്റ്റർ മാരേജൊക്കെ കണ്ടവനാണ്. 15 വർഷമായിട്ട് അവൻ വളരെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ട്. അതിനെ അല്ല ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ഇതിനെ ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഇതിനു വേണ്ടി മാത്രം പ്രണയം നടിച്ച്, കൃത്യമായിട്ട് പറഞ്ഞാൽ പ്രണയം നടിച്ച് ഈ കുരുക്കിലകപ്പെടുത്തുവാൻ വേണ്ടി നടത്തുന്ന സംഘടിത ശ്രമത്തെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ഇതിനെ തമ്മിൽ ഇപ്പോഴും നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് പോലും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മാധ്യമപ്രവർത്തകർക്ക് ഇത് ഏതാന്നൊക്കെ കൃത്യമായിട്ട് ഷോണിന്റെ പ്രണയം ഞങ്ങൾ ലവ് ജിഹാദ് പറയേണ്ടി വരില്ലേ? എന്റെ പ്രണയം ലവ് ജിഹാദ് ആണെങ്കിൽ
അല്ല അങ്ങനെയാണെന്ന് പറയേണ്ടി വരില്ലെന്ന് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ സ്ഥാപിക്കരുത്. നിങ്ങൾ പറയുന്ന പോലെ എല്ലാ പ്രണയവും മതമാറ്റവും ലവ് ജിഹാദ് ആണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഒന്നാമത്തെ ലവ് ജിഹാദുകാരൻ ഞാനാണ്, മനസ്സിലായി. പക്ഷെ എന്റെ ഭാര്യ സിറിയലില്ല, എന്റെ ഭാര്യ പൂഞ്ഞാറ്റിൽ അരുവിത്രയിൽ എന്റെ വീട്ടിലിരിപ്പുണ്ട്, മനസ്സിലായില്ലേ. 2 കുട്ടികളുണ്ട്. അവർക്ക് അമ്പലത്തിൽ പോകണമെന്ന് തോന്നുമ്പോൾ ഒക്കെ അമ്പലത്തിൽ പോകുന്നുണ്ട്. അവിടെ പറഞ്ഞപ്പോ ഞാൻ ചോദിക്കാം, അവിടെ എങ്ങനെയാണ് ഒരു മതപരിവർത്തനം? അല്ല ഞാൻ പറഞ്ഞത്, അവിടെ അവളൊക്കെ അമ്പലത്തിൽ പോകണമെന്ന് തോന്നുമ്പോൾ അമ്പലത്തിൽ പോകുന്നുണ്ട്. എല്ലാ വർഷവും പോയി ആറ്റുകാലമ്മയ്ക്ക് അവള് ഇത് അർപ്പിക്കുന്നുണ്ട്, പൊങ്കാല അർപ്പിക്കുന്നുണ്ട്. അവൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഡാൻസ് ചെയ്യുന്നുണ്ട്. അവളുടെ മതവിശ്വാസങ്ങൾ, അവൾക്ക് അമ്പലത്തിൽ പോകണമെന്ന് തോന്നുമ്പോൾ ഞാൻ തന്നെ കൊണ്ടുപോകാറുണ്ട്. അതൊന്നും ഒരു തടസ്സം അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ എന്ത് സംഭവിച്ചത്, എൻ്റെ ഭാര്യാപിതാവ് വന്ന് പറഞ്ഞു, നിങ്ങളെങ്ങനെയാണ് ജീവിക്കുന്നത്, ഇവിടെ തന്നെ ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ മകളും നിങ്ങളുടെ കൂട്ടത്തിലേക്ക് മാറ്റപ്പെടണം എന്ന് പറഞ്ഞത് മറ്റൊരർത്ഥത്തിലല്ല. നിങ്ങൾ അരുവിത്ര പള്ളിയിൽ, നിങ്ങളുടെ പള്ളിയിൽ അരുവിത്ര പള്ളി, അതായത് നിങ്ങളുടെ പള്ളിയിൽ അടക്കപ്പെടുമ്പോൾ എൻ്റെ മകളെ എവിടെ അടക്കും, അല്ലെങ്കിൽ എൻ്റെ മകളുടെ സ്റ്റാറ്റസ് എന്താണ്? ഞാനില്ലാതാവും, പി സി ജോർജും ഞാനും മരിക്കും, പി സി ജോർജും മരിക്കും. ഇനിയൊരു കാലഘട്ടത്തിൽ അവൾക്ക് എന്താണ് സോഷ്യൽ സെക്യൂരിറ്റി എന്താണ്? അവൾ അവളുടെ ഭർത്താവിനും മക്കൾക്കൊക്കെ ഒപ്പമായിരിക്കണം അവൾ, അത്രേ ഉള്ളൂ. അതല്ലാതെ അവളുടെ പേര് മാറ്റിയിട്ടില്ല. അവൾ ഇപ്പോഴും എല്ലാ രേഖകളിലും പാർവതി എസ് ആണ്. പാർവതി എസ് എന്ന് പറയുന്നത് പാർവതി ശ്രീകുമാറും പാർവതി ഷോണും ആയതുകൊണ്ട് പ്രത്യേകിച്ച് എസ് മാറ്റേണ്ട വന്നിട്ടില്ല. പാർവതി തന്നെയാണ് അവളുടെ പാലാ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകയാണ് പാർവതി. എന്താണ് എന്ന് വെച്ചുകൊണ്ട് എൻ്റെ മതം അടിച്ചേൽപ്പിച്ച ഓരോരുത്തർക്കും വിശ്വാസമില്ലേ. ഞാൻ ജനിച്ച് വളർന്നു പോകുമ്പോൾ, ഞാൻ കണ്ട് കേട്ട് വളർന്ന എൻ്റെ വിശ്വാസം എൻ്റെ മനസ്സിൽ നിന്ന് പോകാൻ കഴിയില്ല. അവൾ എന്നെയാണ് സ്നേഹിച്ചത്. ഞാൻ വഴി എൻ്റെ മതത്തെയല്ല. നേരെ മറിച്ച് അവൾ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചാണ്. അവൾ എൻ്റെ കൂടെ പള്ളി വരാറുണ്ട്. അവൾ മതം മാറിയിട്ടല്ലേ? അല്ല, അവള് അൽഫോൻസാമ്മയുടെ അടുത്ത് പോകാറുണ്ട്. അതൊക്കെ ഓക്കെ. ഞാൻ ചോദിക്കുന്നത് മതം മാറ്റം നടത്തിയിട്ടാണല്ലോ വിവാഹം കഴിക്കുന്നത്. തീർച്ചയായിട്ടും അല്ലേ? പള്ളിയിൽ ആ ഒരു രീതിയിലാണല്ലോ കല്യാണം പള്ളി നടത്തണമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് കർശനമായ നിർബന്ധം ഉണ്ടായിരുന്നു എൻ്റെ ഭാര്യാപിതാവ് ജഗസുകുമാർ, ഇത് അങ്ങനെ ആയിരിക്കണം, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അവളുടെ വിശ്വാസങ്ങളാണ്. അതിന് ഞാൻ ലവ് ജിഹാദിൽ മാറി കുടുംബകാര്യത്തിലേക്ക് പോയെന്നേ ഉള്ളൂ. അല്ല, ഇത് പറയണ്ട. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ ഈ ലവ് ജിഹാദിനെതിരെ പറയുമ്പോൾ താഴെ വന്ന് കമന്റ് ചെയ്യുന്ന നാമധാരികളെ നോക്കിയാൽ മനസ്സിലാവാറാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ആരോപണം വയ്ക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ എനിക്കിത് വിശദീകരിക്കാൻ അവസരം കിട്ടുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. ഓക്കെ. അപ്പോൾ ലവ് ജിഹാദിലേക്ക് വരികയാണെങ്കിൽ, ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഷോണിന്റെ കയ്യിലുള്ള തെളിവുകൾ എന്തുകൊണ്ടാണ് അത് മുന്നോട്ട് പോകാത്തത്? നിയമപരമായിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയും ഡിറൈവ് ചെയ്ത് ഇപ്പോൾ ഒന്നെങ്കിൽ ഭരണഘടന അല്ലെങ്കിൽ BNS-ലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇത് ചേർക്കണം. ശരിക്കും എന്താണ് വേണ്ടത് അതും കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. വിവാദം ആകുന്ന വിഷയമാണ്. ലവ് ജിഹാദ് പോലെയുള്ള നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ കേരളത്തിൽ നിയമമുണ്ടാകേണ്ട ആവശ്യമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ, പല സംസ്ഥാനങ്ങൾ, ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിന് നിയമമുണ്ട്. ആ നിയമം കേരളത്തിലും ഉണ്ടാകേണ്ട ആവശ്യകതയാണ് കോതമംഗലത്തെ സോണയുടെ മരണം സൂചിപ്പിക്കുന്നത്. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമമല്ല ഞാൻ പറയുന്നത്. ലവ് ജിഹാദിനെതിരെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഭീഷണികൾ കൊണ്ട്, പ്രലോഭനങ്ങൾ കൊണ്ട് മതം മാറ്റം കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇനി അങ്ങോട്ട് ആ നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽ നിന്നാണോ ഈ മതമാറ്റം സംഭവിക്കുന്നത്? ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഈ ലവ് ജിഹാദ് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു അജണ്ടയാണ്. പ്രത്യേകം പറയാം, മുസ്ലിമിൻ്റെ അജണ്ടയല്ല, പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ലോകമെമ്പാടുമുള്ള അജണ്ടയുടെ ഭാഗമായി എത്തുന്നതാണിത്. അത് കേരളത്തിലുള്ള മുസ്ലിങ്ങൾ മുഴുവൻ അതിനകത്ത് പ്രതിയാക്കരുത്. ഞാൻ അതിനകത്ത് കൂട്ടി നിൽക്കുന്ന ആളല്ല. പക്ഷേ ഇതിനകത്ത് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. അത് മുസ്ലിം വിഭാഗത്തിൽ നിന്നും ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗത്തിലുള്ള പെൺകുട്ടികളെ വലവീശി പിടിക്കുവാൻ വേണ്ടി നടത്തുന്ന ആസൂത്രണ ശ്രമമാണ് ലവ് ജിഹാദ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സഭ എന്തുകൊണ്ട് ഇതിന് കൃത്യമായിട്ടൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നില്ല? എത്ര പ്രാവശ്യം എന്തെങ്കിലും പറഞ്ഞാൽ ഇതല്ലേ അവസ്ഥ. കല്ലറങ്ങാട്ട് പിതാവ് ഇതിനെക്കുറിച്ച് സ്വന്തം പള്ളിയിൽ സ്വന്തം വിശ്വാസികളുടെ മുമ്പിൽ പള്ളിക്കകത്ത് പറഞ്ഞ പ്രസംഗത്തിന് നേരെ അവിടെ കല്ലറങ്ങാട്ട് പിതാവിൻ്റെ അരമനയിലേക്ക്, പാലായിലേക്ക് ആയിരക്കണക്കിന് SDP പ്രവർത്തകർ കുറുവടിയായിട്ട് മാർച്ച് നടത്തി പാലായിൽ. ഓർത്തോണം, ഒരക്ഷരം മിണ്ടിയാൽ, അതായത് ഈ അജണ്ടക്കെതിരെ മിണ്ടിയാൽ, എന്തിന് ഛത്തീസ്ഗഡിൽ BJPയുടെ ഇടപെടലിനെ കുറിച്ച് പറഞ്ഞതാണ് പാമ്പളാൻ പിതാവ് ചെയ്ത തെറ്റ്. അല്ലാതെ അദ്ദേഹം എല്ലാം പറഞ്ഞോ? LDFനെ കുറ്റം പറഞ്ഞോ? UDFനെ കുറ്റം പറഞ്ഞോ? BJP അവിടെ ഇടപെട്ടു, അവർക്ക് നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ
ഗോവിന്ദൻ മാഷനും DYFIയും കണ്ട ഹലവലാദികളും എല്ലാം ഈ പാമ്പ്ളാനി പിതാവിനെ വിമർശിക്കുന്നു. എന്താ അദ്ദേഹം ചെയ്ത തെറ്റ്? അദ്ദേഹം പറഞ്ഞതിൽ എന്ത് തെറ്റ്? അദ്ദേഹം CPM കുറ്റം പറഞ്ഞില്ല, കോൺഗ്രസിനെ കുറ്റം പറഞ്ഞില്ല. ഞങ്ങൾ ചെയ്തതിനെ ഞങ്ങളുടെ ഇടപെടൽ എന്താണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അത് അദ്ദേഹം മാത്രമല്ല പറയുന്നത്. ക്രൈസ്തവ സഭ ഇന്നലെ സീറോ മലബാർ സഭ ഔദ്യോഗികമായി പറഞ്ഞല്ലോ ഞാൻ ഇടപെടൽ എന്താണെന്ന്. ഔദ്യോഗികമായി ഇന്നലെ സീറോ മലബാർ സഭയുടെ ജാഗ്രത കമ്മീഷൻ പറഞ്ഞു എന്താണ് രാജീവ് ചന്ദ്രശേഖറും അനൂപും ഷോൺ ജോർജും ഒക്കെ ചെയ്തതെന്ന് കൃത്യമായി പറഞ്ഞു. വാർത്തയാകില്ല, അതൊക്കെ രഹസ്യമാണ്, ഒരു ചാനലും കൊടുക്കില്ല. അതൊന്നും കൊടുക്കാതെയൊന്നും ഇരിക്കില്ല. ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു ഇടപെടൽ നടത്തി എന്നുള്ളതിനെ വേറൊരു തരത്തിൽ കേരളം എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് എല്ലാവരും കൂടെയുള്ള ഒരു സൗഹാർദ്ദമായ മതസൗഹാർദ്ദം ഏറ്റവും കൂടുതൽ നമ്മൾ സ്വാതന്ത്ര്യമുള്ള ഒരു ഇടമായിട്ടാണ് നമ്മൾ സംസാരിക്കുക. ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയം അതൊന്നുമല്ല, കേരളത്തിൽ നടക്കുന്ന മൂവ്മെന്റ് അതൊന്നുമല്ല. ഇവിടെ നടക്കുന്ന ന്യൂനപക്ഷമായിരുന്ന ഒരു വിഭാഗം ഭൂരിപക്ഷമായി മാറിയപ്പോൾ അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾ തിരിച്ചറിയാത്ത വിഡ്ഢികളുടെ സ്വർഗത്തിലുള്ളവർ മാത്രമേ ഇപ്പോൾ പറഞ്ഞ വാക്ക് പറയുള്ളൂ. കാരണം ഒന്നും വേണ്ട, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണ് നിലമ്പൂർ, അറിയാലോ. ലീഗിന് വലിയ സ്വാധീനമുള്ള ഒരു നിയോജകമണ്ഡലം. ആ നിയോജകമണ്ഡലത്തിൽ ലീഗ് മുന്നണിയിലുള്ളപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു സംഘടനയെ കൂട്ടുപിടിച്ച് എന്തിനെന്നറിയോ? ലീഗിന് തീവ്രത പോരാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇടതുപക്ഷത്ത് എന്ത് ചെയ്തു? പിണറായി വിജയൻ എന്ത് ചെയ്തു? പിണറായി PDPയെ, അതായത് നിലമ്പൂരിൽ തികച്ച് 25 വോട്ടില്ല മദനിയുടെ പാർട്ടിയായി PDPയുടെ പിന്തുണ സ്വീകരിച്ചു. വേറൊന്നുമല്ല, നിങ്ങളുടെ കൂടെ തീവ്രവാദികളുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെയും തീവ്രവാദികളുണ്ടെന്ന് പറയാൻ വേണ്ടി. എങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത്? എങ്ങോട്ടാണ് ഈ സംസ്ഥാനം പോകുന്നത്? അങ്ങനെ പിണറായി വിജയൻ തീരുമാനം എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ പിണറായി വിജയൻ എന്താ ചെയ്തത്? അല്ല, ഞാൻ പറയാം, 50 പേരെ PDPക്കാരായിട്ട് നിലമ്പൂരിൽ കാണിച്ച് തരാമെങ്കിൽ ഞാൻ എൻ്റെ ഈ രാഷ്ട്രീയം നിർത്തിയേക്കാം. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാനവിടെ 20-25 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. PDP എന്ന് പറഞ്ഞ ആളെ ഞാൻ കണ്ടിട്ടില്ല. ഈരാറ്റുപേട്ടൻ്റെ PDPക്കാരൻ കൊടിയായിട്ട് അവിടെ മറ്റേ കലാശക്കൂട്ടിന് വന്നിരിക്കുന്ന ഞാൻ കണ്ടു. വേറൊരാളെ ഞാൻ കണ്ടില്ല. ഷോൺ, ഇപ്പം SDPയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും കാര്യം കഴിഞ്ഞ ദിവസം ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ പ്രതിഷേധവുമായി കേരളം ഒന്നാകെ വലിയ പ്രതിഷേധത്തിലായിരുന്നു. ഒരു വല്ലാത്തൊരു പ്രതിഷേധത്തിൽ ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ. ഒരു മിനിറ്റ്, ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട്. അതായത് നമ്മൾ വൈകാരികമായിട്ട് നമുക്കൊക്കെ വാമൂടിക്കെട്ടിയുള്ള സമരത്തെ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് അതിനെ കണ്ടത്. അല്ലാതെ അതിലൊരു ജാതി എന്തുകൊണ്ടാണ് സോനയുടെ മരണത്തിന് അത്ര പ്രതിഷേധമില്ലാത്ത? ആ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഇത് ഇങ്ങനെ വൈകാരികമായിട്ട് വളരെ ഇമോഷണൽ ആയിട്ട് കണ്ട ഒരു കാര്യമാണത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അത്ര വലിയൊരു പ്രതിഷേധം അവിടെ ഉണ്ടായപ്പോൾ അതിനുള്ളിൽ SDPI അല്ലെങ്കിൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ആളുകൾ നുഴഞ്ഞു കയറിയെന്ന് ഷോൺ നിരന്തരമായി പറയുന്നു. എന്ത് തെളിവാണ് ഷോണിനുള്ളത് അതിന്? ഞാൻ പറഞ്ഞ കാര്യം SDPI സ്വാഗതം ചെയ്യുകയും അവരത് അംഗീകരിക്കുകയും ചെയ്തു. അതിനേക്കാൾ വലിയ തെളിവിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ കൃത്യമായിട്ട് പറയാം. കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, കോട്ടയം, അങ്കമാലി, തിരുവല്ല, പത്തനംതിട്ട, മാനന്തവാടി, എറണാകുളം. അതിനകത്ത് ഓപ്പണായിട്ട് വന്നത് അങ്കമാലിയിലും എറണാകുളത്തും. കാരണം ഈ SDPI ബന്ധമുള്ള കുറച്ച് അച്ഛന്മാരുമുണ്ട്. കാരണം ഇതിനു മുമ്പ് ആലഞ്ചേരി പിതാവിന് എതിരെ സമരം നടത്തിയപ്പോഴും ഫ്രാങ്കോ പിതാവിനെതിരെ സമരം നടത്തിയപ്പോഴും തട്ടവിട്ട ആളുകൾ സമരപ്പന്തലിൽ വന്നായിരുന്നു. അപ്പോൾ ക്രൈസ്തവ സഭയുടെ ഇൻറ്റേർണൽ ഇഷ്യൂവിൽ എന്തുമാത്രം അവർക്ക് ആകുലതയുണ്ടെന്ന് പറഞ്ഞത്. ഇനി വേറെ കാര്യം, ഇനി ഏറ്റവും കൂടുതൽ കോതമംഗലത്ത് UDF നടത്തിയ സമരത്തിൽ നെല്ലിക്കുഴി എന്ന് പറയുന്ന പഞ്ചായത്ത് SDPയുടെ ശക്തി കേന്ദ്രമാണ്. അപ്പോൾ അവിടെ ലീഗ് ഈ കോതമംഗലത്ത് മുസ്ലിം ലീഗ് എന്ന് പറയാൻ ഈ പറയുന്നൊന്നുമില്ല, ചെറിയ പോപ്പുലേഷനുള്ള സ്ഥലമാണ്. പക്ഷേ UDFൻ്റെ സമരത്തിലേക്ക് ലീഗ് എന്ന വ്യാജേന നെല്ലിക്കുഴി പഞ്ചായത്തിൽ നിന്ന് 100 SDPI പ്രവർത്തകർ പങ്കെടുത്തു. അതെന്തിനാ? ഈ ആ 3 ദിവസം നടന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ മുഴുവൻ ജനറേറ്റ് ചെയ്തേക്കുന്ന SDPയാണ്. റൈറ്റിങ്സ് എഴുതിയേക്കുന്ന SDPയാണ്. AI പിക്ചേഴ്സ്, അതായത് സിസ്റ്റർമാരെ കിരാതരായ പോലീസുകാർ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ജയിലിലൊക്കെ അവർ വളരെ സുരക്ഷിതരായിരുന്നു. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഞങ്ങൾ അത്രയും കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുത്തിരുന്നു. അവരെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കിരാതരായ പോലീസുകാരുടെ AI പിക്ചർ, ഇതൊക്കെ ജനറേറ്റ് ചെയ്ത SDPയാണ്. എന്തായിരുന്നു ലക്ഷ്യം? BJP കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ വലിയ സ്വാധീനം നേടുന്നു. അത് അവർ മുമ്പോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ അജണ്ടയിൽ, പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടയ്ക്ക് വലിയ തുരങ്കം വെക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ വിഷയത്തെ
BJPയും ക്രൈസ്തവ സഭയും തമ്മിൽ അകറ്റാനുള്ള ആയുധമായി കണ്ടുകൊണ്ടാണ് SDP. ഈ SDP മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവർക്കെതിരെ സ്വീകരിച്ച നിലപാട് എന്താണ്? ഇവിടെ മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സഭ നേതാക്കന്മാർക്കെതിരെ അന്ന് ഈ ന്യൂനപക്ഷ സ്നേഹം SDP ഇല്ലല്ലോ. കല്ലറങ്ങാട് പിതാവിനെതിരെ ആക്രോശിച്ചപ്പോൾ SDP സ്നേഹമില്ലല്ലോ. അപ്പോൾ SDP എന്താ? അവിടെ മുട്ടനാടിൻ്റെ ചോര കുടിക്കാനുള്ള ലക്ഷ്യവുമായി വന്നതാണ് SDP. അവർ തന്നെ അത് സമ്മതിച്ചു. ഞാൻ പറയുന്ന തെളിവ് ഇനി എനിക്ക് ഒരു തെളിവിനെ ഒന്നും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ SDP സൈറ്റ് എടുത്ത് നോക്കി അവർ പത്രസമ്മേളനം നടത്തി ഞങ്ങൾ പോയി എന്ന് പറഞ്ഞു. എനിക്ക് നന്ദിയും പറഞ്ഞു. ഞങ്ങളുടെ സാന്നിധ്യത്തെ എല്ലായിടത്തും അറിയിച്ച ഷോൺ ജോർജിന് അവർക്ക് സ്വാഗതം പറഞ്ഞു. അതിനൊക്കെ കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ. ഇതിനെ ക്രൈസ്തവ സഭ ജാഗ്രതയോടുകൂടി കണ്ടില്ല എങ്കിൽ കുഞ്ഞാടിനെ കൊണ്ട് അറിവുകാരൻ്റെ കൂട്ടിക്കെട്ടുന്ന അവസ്ഥയാവും. മനസ്സിലായില്ലേ? കഴുത്തിറക്കുന്നവൻ്റെ കൈ കൊണ്ട് സഭയെ കൊടുക്കരുത്. അത് ഇപ്പോൾ കാര്യങ്ങളൊക്കെ സഭാ നേതൃത്വത്തിനും ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്നുള്ളത് വളരെ ജാഗ്രതയോടുകൂടിയാണ് സഭ കാണുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഷോൺ ഇപ്പോൾ സഭാ നേതൃത്വമായി ഇത്തരം വിഷയം സംസാരിച്ചിട്ട് ഞാൻ എല്ലാവരോടും സംസാരിക്കും. ഞാൻ എല്ലാ ദിവസവും എല്ലാവരോടും സംസാരിക്കുന്ന ആളാണ്. സഭാ നേതൃത്വമാണ് ഞാനൊരു തികഞ്ഞ ക്രൈസ്തവനാണ്. ഞാൻ എല്ലാ സഭാ നേതൃത്വം എൻ്റെ പിതാക്കന്മാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധത്തിൽ അവരുടെ ആകുലതകൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്. എൻ്റെ ആശയങ്ങൾ ഞാൻ പറയാറുണ്ട്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ സഭയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ആളാണ് ഞാൻ എന്നും മരിക്കുന്നോടം വരെ ഒരു തികഞ്ഞ സഭാവിശ്വാസിയായി തന്നെ ആയിരിക്കും. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനം എന്താണ്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നീക്കം നടന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർക്ക് എന്തെങ്കിലും അതിനകത്തൊരു തീരുമാനം എടുക്കാൻ കഴിയും. അവർ അതിനെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ കാണുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരൊറ്റ ഒരു ചർച്ചയോ അത്തരത്തിൽ ഇനി അതിനെതിരെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും ചർച്ചയിൽ പറയാൻ പറ്റില്ല. ഈ വിഷയങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ബോധ്യപ്പെടേണ്ടവർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഏറ്റവും അടുത്ത് വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ CMRLനുമായി ബന്ധപ്പെട്ട് ഒരു രേഖകൾ, അതെ അതന്നെ എൻ്റെ ചോദ്യവും, ഈ രേഖകൾ തരില്ല എന്നൊരു തീരുമാനം വന്നു കഴിഞ്ഞാൽ, അല്ല ഷോൺ ആവശ്യപ്പെട്ടതാണല്ലോ ആ രേഖ എന്താണെന്നുള്ളത്. എന്തായാലും ആ പരാതി വന്നതൊക്കെ ഷോണിന്റെ ഒരു ഇടപെടൽ കൊണ്ടാണ്. അപ്പം നിരന്തരമായി കോടതി പറയുന്നു ഇനി മുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനേ പാടില്ല എന്നൊക്കെയുള്ള താക്കീത് ഇടയ്ക്ക് വന്നു. അതിനുശേഷമാണ് ഇപ്പൊ ഏറ്റവും അവസാനം രേഖകൾ തരില്ല എന്ന് പറയുന്നത്. അതിനൊരു തിരിച്ചടിയായിട്ട് കാണുന്നുണ്ടോ? SFIയുടെ റിപ്പോർട്ട് എനിക്ക് തന്നതാണ്. ഇനി അതിനകത്ത് ചില രഹസ്യമാണ്, എന്നാലും പറയാതിരിക്കാൻ ഇനി പറ്റില്ല. കാരണം തിരിച്ചടി എന്താണെന്നൊന്നും ജനം അറിയണമല്ലോ. 777 പേജുള്ള ഒരു ബുക്ക് SFI റിപ്പോർട്ടിൻ്റെ ഭാഗമായി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് 3447 എൻട്രി ഉണ്ട്. അതായത് വിവിധ ആളുകൾക്ക് പണം കൊടുത്തതായിട്ട്. ആ രേഖയൊന്ന് പുറത്തു വന്നാൽ കേരളത്തിലൊരു 10,000-2000 രാഷ്ട്രീയക്കാർ പണി നിർത്തേണ്ടി വരും. എല്ലാവരുടെയും പേര് അതിനകത്തുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ അതൊന്ന് കിട്ടുകയാണെങ്കിൽ ജനം ഇവരുടെയൊക്കെ നല്ല മുഖമൊന്ന് അറിഞ്ഞോട്ടെ എന്നോർത്താണ് ഞാൻ ചോദിച്ചത്. വേണ്ട, എനിക്ക് കോടതിയിൽ തന്നെ ഞാൻ നിയമപരമായി തന്നെ അത് എടുത്തോളാം. അത് ഇപ്പോൾ ഷോൺ ജോർജ് കൊടുത്ത ഒരു അപേക്ഷ, ഷോൺ ജോർജിന് കൺസേൺഡ് പാർട്ടിയാണോ അല്ലയോ, ഇതൊക്കെ വിചാരണ കോടതിയിൽ അവിടെ തന്നെ പുതിയ ഓർഡർ വരട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷോൺ ജോർജിന് തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് ചോദിച്ചൊരു രേഖ എനിക്ക് തന്നില്ലെന്നുള്ളേ ഉള്ളൂ. അത് തിരിച്ചടിയാണെങ്കിൽ തിരിച്ചടി, പക്ഷേ ആ തിരിച്ചടിക്കപ്പുറം അത് എന്തെങ്കിലും പുറത്തു വരുമ്പോൾ ഇപ്പോൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നല്ല മാന്യതയുടെ മുഖംമൂടി നിറഞ്ഞ് നടക്കുന്ന ഒത്തിരി പേര് ഈ പണി നിർത്തി ജയിലിൽ പോകേണ്ടി വരും. അതിലിനി എന്ത് കാര്യമാണ് ഞാൻ ഇന്ന് ഡിസ്കഷൻ ചെയ്ത് അപ്പീൽ ചിലപ്പോൾ കൊടുക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കേസ് ഇന്ന് ഡൽഹി ഹൈക്കോടതി വരുന്നു. അപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ ആണല്ലോ ഇപ്പോൾ ഇതിൻ്റെ ഒരു തടസ്സം നിൽക്കുന്നത്. അപ്പോൾ ആ കേസിൻ്റെ വിധിയും കൂടെ നോക്കിയിട്ട് തുടർ നടപടികൾ സ്വീകരിക്കും. ഈ വിഷയത്തിൽ ഇനി ആവശ്യം CBIയുടെയും EDയുടെയും അന്വേഷണമാണ്. കാരണം ഇവിടെ മണി ലോണ്ടറിങ് നടന്നു എന്നുള്ളത് വ്യക്തമാണ്. വീണ വാങ്ങിച്ച പണം അനധികൃതമായ പണമാണെന്നുള്ള SFI റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഇനി മുമ്പോട്ട് അന്വേഷണം നടത്തേണ്ടത്. വീണ വരെ വന്ന് കുറ്റപത്രം സമർപ്പിച്ചു. വീണ കുറ്റക്കാരിയാണെന്നുൾപ്പെടെ. ഞാൻ ആദ്യത്തെ പോരാട്ടം, 1ാം ഘട്ട പോരാട്ടം വിജയമാണ്. കാരണം ഞാൻ ഉന്നയിച്ച വിഷയത്തിൽ വീണ വിജയൻ കുറ്റക്കാരിയാണ് എന്ന് കണ്ട് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. അതിലാണ് അവരിപ്പോൾ സ്റ്റേ മേടിച്ച് വെച്ചിരിക്കുന്നത്. ആ സ്റ്റേ ഉടനെ വെക്കേറ്റ് ആവും. അത് കഴിഞ്ഞാൽ ആർക്ക് വേണ്ടിയാണ് വീണ പണം മേടിച്ചത്, അവിടെയാണ് മുഖ്യമന്ത്രി കടന്നു വരുന്നത്. അത് അന്വേഷിക്കേണ്ടത് ഇനി അഴിമതി നിരോധന നിയമപ്രകാരമാണ്. അത് അന്വേഷിക്കേണ്ട ഏജൻസി CBI ആണ്. CBI അന്വേഷണം കടന്നു വരണം. അതോടൊപ്പം അവിടെ മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട്, കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്. ആ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. CBIയുടെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളോടൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഹൈക്കോടതിയിൽ കേസ് വരുന്നുണ്ട്. അത് ഈ മാസം
25-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള ജഗദീഷ് ശ്രീകുമാറുമായിട്ടുള്ള ഒരു ബന്ധം എന്തായാലും ഇത്രയും ചോദിച്ചു സ്ഥിതിക്ക് അതൊരു പൊളിറ്റിക്സ് ഒരു കുടുംബകാര്യം പറഞ്ഞ് നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാം. പപ്പ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. പുള്ളിക്ക് ഒരു ചെറിയ വീസിങ് ഉണ്ടായി, PRS അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, പേടിക്കാമെന്നില്ല. പക്ഷേ എന്നാലും നമ്മളൊരു സുരക്ഷിത എന്ന നിലയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുള്ളൂ. വേറെ പ്രശ്നമൊന്നും. ഈ റൈറ്റ് സൈഡ് പാരലൈസ്ഡ് ആണ് എന്നൊഴിച്ചാൽ വേറെ പപ്പായ്ക്ക് യാതൊരു കുഴപ്പമില്ല. നല്ല ബേസിക്കലി പുള്ളി നല്ല ആരോഗ്യം സൂക്ഷിച്ചിരുന്ന ഒരാളാണ്, എപ്പോഴും ശരീരം നോക്കുന്ന ഒരാളായിരുന്നു. അതിൻ്റെ ഒരു ഗുണം ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ദൈവം അനുഗ്രഹിച്ച് യാതൊരു കുഴപ്പങ്ങളില്ല, നന്നായിട്ട് പോകുന്നു. പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പി അന്ന് മുതൽ ഇന്ന് വരെയും ഫിസിയോതെറാപ്പി നടക്കുന്നുണ്ട്. ഇപ്പോഴും വെല്ലൂരിലെ മെഡിസിൻസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. വെല്ലൂരിലെ ഡോക്ടേഴ്സ് ഇവിടെ വന്നും അദ്ദേഹത്തെ ഇപ്പോഴും കാണാൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ വെല്ലൂരെ ഡോക്ടർമാരുടെ പേര് ജോർജ് തരിയൻ സാറ്, മാത്യു അലക്സാണ്ടർ സാറ്, ഇവരെയൊക്കെ പേര് ഞങ്ങൾക്ക് പറയാതെ പോയാൽ അത് നന്ദികേടായി പോകും. ഇപ്പോഴും അദ്ദേഹത്തെ വന്ന് കണ്ട് അദ്ദേഹത്തിനെ ഓരോ ദിവസവും അന്വേഷിച്ച് ഞങ്ങളെ ഇപ്പോഴും അദ്ദേഹത്തെ ഇപ്പോഴും കാണുന്ന അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്തു പോകുന്നതിൽ വെല്ലൂർ CMC ഹോസ്പിറ്റലും ഈ ദൈവങ്ങളെ പോലെയുള്ള ഈ ഡോക്ടർമാരും ചെയ്യുന്നൊരു സേവനം. ഷോണിന്റെ ഈ രാഷ്ട്രീയ മാറ്റവും അത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ അദ്ദേഹം? അല്ലെങ്കിൽ നേരത്തെ അത്തരം വിഷയങ്ങളൊക്കെ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയങ്ങളൊന്നും ഞങ്ങൾ തമ്മിൽ ഒരിക്കലും പൊളിറ്റിക്സ്, കാരണം എല്ലാവർക്കും മക്കൾക്കാണെങ്കിലും മരുമക്കൾക്കാണെങ്കിലൊക്കെ അവരവരുടെ സ്പേസ് കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. മാത്രമല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റ് ശേഷമാണ് ഇത്രയും ഞാൻ രാഷ്ട്രീയ സജീവമായത്. അതിനു മുമ്പൊക്കെ ഞാൻ ഇത്രയും സജീവമല്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ സംസാരിക്കേണ്ട സാഹചര്യങ്ങളുണ്ടായിട്ടില്ല. പക്ഷേ എല്ലാവർക്കും അവരുടേതായ സ്പേസ് കൊടുക്കുന്നൊരു വ്യക്തിയാണ്. എല്ലാ ദിവസവും പത്രം വായിക്കും, എല്ലാ ദിവസവും രാവിലെ പത്രം വായിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാ വിവരങ്ങളും അദ്ദേഹം അറിയുന്നുണ്ട്. ഞാൻ ചെല്ലുമ്പം എല്ലാം പറയാറുണ്ട്. ഒന്നും പുള്ളി അദ്ദേഹത്തിന് തിരിച്ച് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് സംസാരിക്കും ഞാൻ. ഓക്കെ താങ്ക് യു സോ മച്ച്. വളരെ കുറഞ്ഞ സമയം ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ, എന്നാലും കുറേയധികം കാര്യങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞു. വളരെ താങ്ക് യു സോ മച്ച്.